ശരി. ഇത് താങ്ങാൻ വയ്യാത്ത കണക്ക് എന്തോ സംഭവിച്ചു. പക്ഷെ ആത്മഹത്യ തന്നെയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ശരി. കാരണം അങ്ങനെ ഒന്നും ചാടി ചാവുന്ന കുട്ടിയൊന്നും അല്ല അത്. 14 വർഷത്തോളമുള്ള ഫ്രണ്ട്ഷിപ്പാണ് നിളയും അതേപോലെ മരണപ്പെട്ട ജിസ്മോളും. ഈ നിള എന്ന് പറയുന്ന പെൺകുട്ടി ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. ഈ ജിമ്മി എന്ന് പറയുന്ന ആ ഒരു നാറിയും അതേപോലെ തന്നെ അവന്റെ അമ്മയും ചേർന്നുകൊണ്ട് ഇവളെ ഉപദ്രവിച്ചു എന്നുള്ള കാര്യം കൃത്യമായി പറയുന്നു. അതുകൂടാതെ തന്നെ വീട്ടിൽ നിന്നും ജിസ്മോളെ ഇറക്കി വിട്ട ഒരു കഥയെ കുറിച്ചിട്ടും കൃത്യമായി പറയുന്നുണ്ട്. ആകെ ഒരു സങ്കടം എന്ന് വിളിച്ചു പറയാനുള്ളത് ഈ ഒരു സുഹൃത്തിനോട് മാത്രമാണ്, നിള എന്ന ഈ ഒരു സുഹൃത്തിനോട്. അവർ തുറന്നു പറയുന്ന കുറച്ച് ഞെട്ടിക്കുന്ന സത്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഈ ജിമ്മി എന്ന് പറയുന്ന ആ ഒരു നാറി ഒരിക്കലും ഈ നിയമത്തിന്റെ മുന്നിൽ രക്ഷപ്പെട്ടു പോകാൻ പാടില്ല. ആദ്യം നമുക്ക് ഈ വോയിസ് കേൾക്കാം, അതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സുള്ളിയല്ലേ ഞാൻ ആയുർവേദത്തിന്റെ PG ചെയ്യുമ്പോൾ അവൾ അവിടെ ലോ കോളേജിൽ വന്ന് ജോയിൻ ചെയ്തു. അപ്പൊ ഞങ്ങളവിടെ ഒരു ഹോസ്റ്റലിലായിരുന്നു. അവരുടെ ഹോസ്റ്റലിന്റെ പണി തീർന്നിട്ടില്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങൾ ഒരു റൂമിലായിരുന്നു ആദ്യത്തെ ഒരു വർഷം. പിന്നീട് എന്റെ റൂമിൽ നിന്ന് വേറെ റൂമിലേക്ക് മാറി. അങ്ങനെ 3 വർഷം എന്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ നല്ല കമ്പനിയായിരുന്നു. 16 വർഷമായിട്ട് എന്താ പറയാ, ഞങ്ങളിങ്ങനെ നല്ലപോലെ തുടർന്നു വന്നു. ഞങ്ങളുടെ സ്നേഹം നല്ലപോലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ എല്ലാ കാര്യത്തിലും എന്റെ വയ്യായ്മകളിലും ഒക്കെ അവൾ ഉണ്ടായിരുന്നു. എനിക്ക് കാവല് നിന്ന് മരുന്ന് തന്ന് ഭക്ഷണം തന്ന് അങ്ങനെ. പിന്നെ അവളുടെ എന്താ പറയാ എല്ലാ കാര്യങ്ങളിലും ഞാനും ഉണ്ടായിരുന്നു. അവളുടെ അമ്മ മരിച്ചപ്പോഴൊക്കെ അങ്ങനെ ഞങ്ങൾ നല്ലൊരു സൗഹൃദമായിരുന്നു. അപ്പൊ അവൾ എന്ത് കാര്യത്തിന് തിരുവനന്തപുരത്ത് വന്നാലും എന്റെ അടുത്ത് വരും. അപ്പൊ ഞങ്ങള് അവളെ കൊണ്ടുപോയി ഭക്ഷണമൊക്കെ കഴിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. ലാസ്റ്റ് വന്നത് നവംബർ 24-നാണ്. അതായത് പുള്ളിക്കാരിയുടെ കല്യാണ സമയത്ത് ഞാനാണ് ഈ പയ്യനോട് സംസാരിച്ചതും ഒക്കെ ഞാനും കൂടെയാണ്. അപ്പം അന്നേ ഇവര് വലിയ പണക്കാരാണ്, ഇവള് ഒരു സാധാരണ ഫാമിലിയാണ്. അപ്പൊ അന്നേ ഞങ്ങൾ ചോദിച്ചായിരുന്നു ഇത് എങ്ങനെ ശരിയാവുമെന്ന്. അപ്പൊ അവര് പറഞ്ഞത് അവരുടെ ജാതിയിൽ ഇങ്ങനെ സ്ത്രീധനം ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ കല്യാണം നടത്തിയത്. പക്ഷെ സ്ത്രീധനത്തിന്റെ പേര് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. 16 വർഷമായിട്ടുള്ള ബന്ധമാണ് നിളയും അതേപോലെ ജിസ്മോളും തമ്മിലുള്ള ഒരു സൗഹൃദം. ഓക്കെ, ജിസ്മോളുടെ വിവാഹം ഉറപ്പിച്ചതിന് ശേഷം ജിമ്മിയുമായിട്ട് ഈ നിള എന്ന പെൺകുട്ടിയും സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് തുറന്നു പറയുന്നത്. അതായത് ഇത്രയും വലിയ സമ്പത്തുള്ള ഒരാളെ വിവാഹം കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നല്ല സ്ത്രീധനം കൊടുക്കേണ്ടി വരില്ലേ? അത് പറഞ്ഞപ്പോൾ തന്നെ ഈ ജിസ്മോളെ കൺവിൻസ് ചെയ്ത് വെച്ച കാര്യമായിരിക്കാം. ഒരു പക്ഷെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരങ്ങനെ സ്ത്രീധനം കാര്യങ്ങളൊന്നും വാങ്ങുന്ന ആളുകളൊന്നുമല്ല, അവർക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് തന്നെയാവും ചിലപ്പോൾ ജിസ്മോൾ വിചാരിച്ചിട്ടുണ്ടാവുക. ഈ ജിസ്മോളുടെ ഫാമിലി വലിയ പൈസക്കാരല്ലെങ്കിൽ പോലും അവർക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ നിന്ന് തിരിയാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അച്ഛനും അനുജനും ഒക്കെ അങ്ങ് UK തന്നെയാണ്. അതുകൊണ്ട് അത്ര പ്രോബ്ലം അല്ല. എന്നാൽ പോലും അവരും വലിയ കോടീശ്വരന്മാരല്ല. പക്ഷെ ജിമ്മി എന്ന് പറയുന്ന ആ മാറി ഓൾറെഡി അത്യാവശ്യം മുതലാളിത്തമൊക്കെ ഉള്ള ഒരാളാണ്, നല്ല സമ്പത്തുള്ള ഒരാളാണ്. അപ്പൊ മാറിയുടെ ഒരു ഇത് നോക്കി ഇവളെ കെട്ടിയതിനു ശേഷം ഊറ്റിയെടുക്കാനുള്ള ശ്രമവും നടത്തിയിട്ടുണ്ടാവുക. ഈ ഒരു വാർത്ത വന്ന സമയത്ത് നമ്മളെല്ലാവരും കണ്ട ഒരു കാര്യമാണ്, ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഒരു കുറിപ്പ് വൈറലായത് അല്ലെ. എന്റെ അടുത്തേക്ക് ജിസ്മോൾ വന്നിരുന്നെങ്കിൽ ഒരു പക്ഷെ അവർ രക്ഷപ്പെടുമായിരുന്നു എന്നൊരു കാര്യം പറയുന്നു. അതായത് വന്നിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു എന്നുള്ള കാര്യം. എന്തായാലും അവർ മരണപ്പെട്ടു പോയി, ആ മക്കളെയും തിരിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല. പക്ഷെ അടുത്തൊരു കാര്യം, ഈ ഒരു പെൺകുട്ടിക്ക് നീതി വാങ്ങിക്കൊടുക്കുക എന്നുള്ള ഒരു കാര്യമെങ്കിലും ചെയ്യാമല്ലോ. ഇപ്പൊ ആ ഒരു പോലീസുകാരന്റെ കുറിപ്പ് വൈറലായി, അതോടുകൂടി അതങ്ങനെ ചർച്ച ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് പോയി. പക്ഷെ എന്തുകൊണ്ടാണ് ജിമ്മി എന്ന് പറയുന്ന നാറിയുടെ വീട്ടിലുള്ള CCTV ക്യാമറ ഫൂട്ടേജുകളോ ചുറ്റുവട്ടത്തുള്ള ക്യാമറ ഫൂട്ടേജുകൾ പരിശോധിക്കാതിരിക്കുകയും അതൊന്നും കൂടാതെ ഇത്ര അധികം അലിഗേഷൻസ് ഈ ജിമ്മി എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ആളുകൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്? ഈ നിള എന്ന അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് പോലും പറയുന്നു. എന്നിട്ട് പോലും എന്തുകൊണ്ട് ജിമ്മി എന്ന് പറയുന്ന ആ ഒരു നാറിയെ അറസ്റ്റ് പോലും ചെയ്യുന്നില്ല? അതൊരു ചോദ്യമാണല്ലോ. എന്തായാലും അവരെ ജീവൻ രക്ഷപ്പെടുത്താൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. ആ ഒരു പോലീസുകാരൻ ചിന്തിച്ച കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് 2 മക്കളുണ്ട്, ആ ഒരു കുഞ്ഞുങ്ങളുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി എന്നുള്ളതാ. എന്തായാലും മരണപ്പെട്ടു പോയല്ലോ, അവർക്ക് നീതി വാങ്ങിക്കൊടുക്കുക എന്നുള്ള ഒരു കാര്യമെങ്കിലും ആത്മാർത്ഥതയോട് കൂടിയിട്ട് എല്ലാവരും ചെയ്യണം. അത് അത്രേ ഉള്ളൂ. പരമാവധി ഇത്തരം വാർത്തകൾ വരുമ്പോൾ ഷെയർ ചെയ്യുക. പോലീസുകാരുടെ കണ്ണ് തുറക്കട്ടെ. ജിമ്മി എന്ന് പറയുന്ന നികൃഷ്ട ജീവിയുടെ ഈ അവൻ മാത്രമല്ല അവന്റെ അമ്മയും, അവന്റെ അമ്മ ക്യാൻസർ പേഷ്യന്റ് ആണെന്ന് വെച്ചിട്ട് വെറുതെ വിടണ്ട. ആ ഒരു സ്ത്രീ വളരെ മോശപ്പെട്ട രീതിയിലാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് തുറന്നു പറയുന്നത്. പറഞ്ഞിട്ടുണ്ട്. അതാരാണ്? ഭർത്താവാണോ അതോ? അതായത് ഭർത്താവ് അടിക്കുമായിരുന്നു. അത് എന്റെ അടുത്ത് ഒരിക്കലേ പറഞ്ഞിട്ടുള്ളൂ ഭർത്താവ് അടിച്ച കാര്യം. വീട്ടിൽ നല്ല പ്രശ്നങ്ങളായിരുന്നു. അതായത് ആദ്യത്തെ കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ട് ഇവളുടെ വീട്ടില് ഭയങ്കര പ്രശ്നങ്ങളായി. ഇവളുടെ അച്ഛൻ 2ാമത് കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ അവർക്കത് അംഗീകരിക്കാൻ വയ്യ, ഈ പയ്യന്റെ വീട്ടുകാർക്ക്. അപ്പൊ അവൾ അവിടെ ഇട്ട് ശരിക്ക് അപമാനിച്ചു. അത് പക്ഷെ അവൾക്ക് അവളുടെ അച്ഛനോട് പറയാനും ഒക്കത്തില്ല. അപ്പൊ ഇതിന്റെ പേരിലാണ് അങ്ങനെ അവിടെ വെച്ച് ഈ ചേട്ടത്തിമാരോ എന്തൊക്കെയോ നാത്തൂനോ ഒക്കെ കൂടെ കുറെ എന്തോ പറഞ്ഞു. അതിന്റെ പേരിൽ അവളെ അവിടുന്ന് ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരുന്നു.
അങ്ങനെ അതായത് അവളുടെ അച്ഛന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസത്തിനകം, കല്യാണം നടക്കുന്ന ആ സമയങ്ങളിലും ആയിട്ട്. എന്നിട്ട് ഇവര് സ്വന്തം വീട്ടിൽ പോയി നിന്നു? ഇല്ല, അവള് സെറ്റോ നെറ്റോ ഒരു പരീക്ഷ പഠിക്കാൻ വേണ്ടിട്ട് എറണാകുളത്ത് പോയി നിന്നു. ഈ കുട്ടികൾ കുഞ്ഞുമായിട്ടോ? ഇല്ല, കുഞ്ഞിനെ ഇട്ടിട്ട്, കുഞ്ഞിനെ അവര് കൊടുത്തില്ല. ഓ ശരി. അങ്ങനെ അവള് എറണാകുളത്ത് ഹോസ്റ്റലിൽ നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ ഓസ്ട്രേലിയയിലായിരുന്നു. ഞാൻ ഒരു ദിവസം ഇങ്ങനെ വിളിച്ചപ്പോൾ അവള് പറഞ്ഞു ഞാൻ എറണാകുളത്താണ്. അപ്പൊ ഞാൻ ചോദിച്ചു, കൊച്ചിനെ ഇട്ടിട്ട് നീ എന്തിനാ പോയി നിൽക്കുന്നേ? അന്നേരം പറഞ്ഞു എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി, പൊയ്ക്കോന്ന് പറഞ്ഞു. കൊച്ചിനെ കൊടുത്തു വിട്ടില്ല, കൊച്ചിനെ അവര് നോക്കിക്കോളും എന്ന് പറഞ്ഞു. അന്ന് ഭയങ്കര നിലവിളിയായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. ജിമ്മി വിളിക്കാറുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് അടിച്ചത് ഉപദ്രവിച്ചതൊന്നും പറഞ്ഞില്ല. ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ, പുറത്താക്കിയിരിക്കുകയാണ്, അങ്ങനെ ചെല്ലാൻ ഒക്കത്തില്ല എന്ന്. ഓക്കെ, അപ്പൊ നിറത്തിന്റെ പേരിൽ മാത്രമല്ല, സ്ത്രീധനത്തിന്റെ പേരിൽ മാത്രമല്ല, ജിസ്മോളുടെ അച്ഛൻ വേറൊരു വിവാഹം കഴിച്ചതും ഈ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല. ജിസ്മോളനല്ലേ പൊന്നുമോനെ ജിമ്മി നീ കല്യാണം കഴിച്ചിട്ടുള്ളത്. ജിസ്മോളിന്റെ അച്ഛൻ കല്യാണം കഴിച്ചത് നിനക്ക് എന്താ പ്രശ്നം വരാൻ പോണത്? അതായത് നാണക്കേട് വന്നത്രേ. വല്ലാത്ത മനുഷ്യന്മാരാണ്, എന്തായാലും കൊള്ളാം. ഇനി ഈ ഒരു പ്രശ്നമൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി. അവരെന്നിട്ട് എറണാകുളത്ത് ഒരു ഹോസ്റ്റൽ മുറിയിൽ നിന്നിട്ടായിരുന്നു അവിടെ നിന്നിട്ട് പഠിക്കും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. അവർക്കൊരു ഉപരിപഠനം അല്ലെങ്കിൽ വീണ്ടും ആ ഒരു ജോലിയിലേക്ക് കയറുക എന്നുള്ള വലിയ ആഗ്രഹമാണ്, സ്വന്തം കാലിൽ നിൽക്കുക എന്ന വലിയ ആഗ്രഹമാണ്. നല്ല ബോൾഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടൊക്കെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഒരു ബോൾഡ്നെസ് വേണം. അതൊന്നും കൂടാതെ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ അറിയുന്നതുമാണ് ഈ പെൺകുട്ടിക്ക്. ജിമ്മി എന്ന് പറയുന്ന ഈ നാറി ഇവളെ കാണാൻ ഭംഗിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം ഉപദ്രവിച്ചിട്ടുള്ളത്. ഈ പറയുന്ന ജിമ്മിയുടെ മോന്ത നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവൾ സ്വന്തം കണ്ണാടിയിലൊന്നും നോക്കണ്ട ആദ്യം, എന്നിട്ടാണ് ജിമ്മിയുടെ അടുത്ത് പോലും വെക്കാൻ നിന്നെയാണ് യോഗ്യത ഇല്ലാത്തത്. അത് ആദ്യം നീ മനസ്സിലാക്കണം ജിമ്മിയെ. ഓക്കെ, അപ്പൊ ഇവര് ഈ ജോലിക്കൊന്നും പോണത് ഇഷ്ടമല്ല, ഇവളുടെ അച്ഛൻ വേറെ വിവാഹം കഴിച്ച് ഇഷ്ടപ്പെട്ടുന്നില്ല, പിന്നെ സാമ്പത്തികമായിട്ടുള്ള ചൂഷണങ്ങൾ. കൊള്ളാം. എന്നിട്ട് അവൻ കിടന്നിട്ട് മുതലക്കണ്ണീര് ഒഴുക്കിയത് നിങ്ങൾ കണ്ടതാ അല്ലേ? ഈ കുട്ടിയെങ്കിലും നിനക്ക് ഒഴിവാക്കി പോവായിരുന്നില്ലേ എന്നുള്ളത്. കൊള്ളാം. അതായത് നീ ഒറ്റക്ക് പോയിട്ട് ചാവണം, അത് തന്നെയായിരുന്നു അവരുടെ ആഗ്രഹം. കൊള്ളാം. ഈ വേറെ എന്ത് ടോർച്ചറിങ് ഉണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. പിന്നീട് രണ്ടാമത്തെ കുട്ടി ജനിച്ചു കഴിഞ്ഞപ്പം അവളെ നോക്കാതെ അവളുടെ അമ്മായിയമ്മ ലണ്ടനിൽ പോയി അവരുടെ മോന്റെയോ മോളെ കൊച്ചിനെ നോക്കുമായിരുന്നു. അപ്പൊ അന്നത്തെ സമയങ്ങളിൽ അവള് നല്ല ടെൻഷൻ അനുഭവിച്ചു. 2 പിള്ളേരും അവളും. അവളുടെ അമ്മായിച്ചിന് സുഖമില്ല, ഈ പയ്യന് ജോലിക്ക് പോകണം, അവൾക്ക് ജോലിക്ക് പോകണം. അപ്പൊ ആ സമയത്ത് ഒരിക്കൽ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് സഹിക്കാൻ വയ്യാത്ത ടെൻഷനാണ്, വല്ലാതെ പ്രഷറുണ്ട്, ആരും ഇല്ലാന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അത് അന്ന് പിന്നെ ഞങ്ങൾ കുറെയൊക്കെ പറഞ്ഞ് അത് പിന്നെ സോൾവ് ആയി. പിന്നെ മൂന്നാമതൊരു തവണ വിളിച്ചിട്ട്, അത് ഈ ഒരു 8-9 മാസം മുമ്പാ, ജിമ്മി അടിച്ചു, ഉപദ്രവിച്ചു, ശരിക്കും ഉപദ്രവിച്ചു, സഹിക്കാൻ വയ്യായിരുന്നു. എന്നിട്ട് അവൻ രാവിലെ ഇറങ്ങിപ്പോയി, ഇനി രാത്രി തിരിച്ചു വരുമോന്ന് പോലും അറിയത്തില്ല. ആകെ പ്രശ്നങ്ങളാണ്, അവളുടെ അടുത്ത് ആർക്കും ഒരു സ്നേഹമില്ല, അവളുടെ മക്കളെ നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഓ ശരി. എടോ ബീരുക്കാണടാ പെണ്ണുങ്ങൾ അടിക്കുക, അത് ആദ്യം മനസ്സിലാക്കണം. ഇനി ഇവനൊക്കെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത് എന്തിനാ? എത്ര തെളിവുകളാണ് ഇപ്പൊ ഇവൻ എഗൈൻസ്റ്റ് ആയിട്ട് വന്നോണ്ടിരിക്കുന്നത് അല്ലേ? ആ ഒരു പെൺകുട്ടിയെ ശാരീരിക മാനസികമായ പീഡനത്തിന് എന്താ പറയാ, മനുഷ്യാവകാശ കമ്മീഷനും അതേപോലെ വനിതാ കമ്മീഷനും ഒക്കെ ഇവിടെ വായ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണോ? അതൊക്കെ തുറന്ന് ഇതിനെതിരെ ശബ്ദം ഉയർത്തുക. ഇവിടെയുള്ള കുറച്ച് മാധ്യമങ്ങൾ, വളരെ കുറച്ച് മാധ്യമങ്ങൾ മാത്രം അതിനെ ചർച്ച ചെയ്യുന്നുള്ളൂ. 2 ദിവസം കഴിയുമ്പോൾ അത് വിട്ടു പോവുകയാണേ. ഇതിനെ വീണ്ടും പ്രഷർ കൊടുത്ത് മുന്നിലോട്ട് കൊണ്ടുവരികയും ഇത് ആഭ്യന്തര വകുപ്പിന്റെ ശ്രദ്ധയിലെങ്കിലും പെടുത്തണം. ഇങ്ങനെയുള്ള നാറികളൊക്കെ പിടിച്ച് അകത്തിടുക. എന്താടോ ഇങ്ങനെയുള്ള നായ്ക്കളൊക്കെ എന്തിനാണ് നമ്മുടെ സമൂഹത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്? ആ ഒരു പെൺകുട്ടിയെ നല്ല മർദ്ദിച്ചിട്ടുണ്ട്. സ്വന്തം സുഹൃത്തായിട്ടുള്ള നിളയെ കോൾ ചെയ്യും. ഈ കോൾ ചെയ്യണ സമയത്ത് ഈ ജിസ്മോൾ ഒന്നും മിണ്ടില്ലത്രേ. ആ മിണ്ടാട്ടം നിൽക്കണത് കണ്ടാൽ നിളക്ക് മനസ്സിലാവും എന്തോ പ്രശ്നം ഉണ്ടെന്ന്. അങ്ങനെ കുത്തി ചോദിച്ചുകൊണ്ടിരിക്കും എന്താ മോളെ പ്രശ്നം എന്നുള്ളത്. അതിനിടയിൽ അവള് തുറന്ന് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അവിടെയും ഇവിടെയും തട്ടാതെ പറയുന്നുള്ളതാ. നല്ല മർദ്ദിച്ചു. അതേപോലെ തന്നെ സ്വന്തം കുഞ്ഞിനെ പോലും ഈ നാറികൾ നല്ലപോലെ നോക്കുന്നില്ല. സ്വന്തം ഇവരുടെ കുഞ്ഞിനെ നോക്കാതെ ഇവരുടെ അമ്മായിയമ്മ നേരെ UK ഇവരുടെ നാത്തൂന് എന്തോട്ടുണ്ട് അവിടെ പോയിട്ട് ആ കുട്ടിയെ നോക്കാൻ നിന്നുള്ളതാ. അതായത് ഇവരെ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ലീഗലായിട്ട് നിങ്ങൾക്ക് അതൊന്നും ഒഴിവാക്കി കൊടുത്തില്ല, ബന്ധം ഒഴിവാക്കി കൊടുത്തിരുന്നെങ്കിൽ അവരുടെ ജീവിതം നോക്കി പോയില്ലായിരുന്നോ? അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തിയും ഒരു തൊഴിലുമുള്ള ഒരാളല്ലേ. അതെന്തുകൊണ്ടാണ് ജിമ്മിയെ പോലെയുള്ള നാറികൾ ഇങ്ങനെ പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നത്? ചില ആളുകൾക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഒരു കൗതുകമാണ് മറ്റാളുകളുടെ ജീവിതം നശിപ്പിക്കുക എന്ന വലിയ കൗതുകം. അവരെ ഉപദ്രവിക്കുമ്പോൾ അവർക്ക് തിരിച്ച് തല്ലാൻ കഴിയാത്ത അവസ്ഥ വരുമ്പോൾ അത് അങ്ങനെയാണ്. ഇവൻ അളിയൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, അതായത് ജിസ്മോളുടെ അനുജൻ.
അവനൊക്കെ ഓൾറെഡി കാര്യങ്ങൾ അറിഞ്ഞിട്ട് പോലും അവനൊന്നും പ്രതികരിച്ചില്ല എന്നുള്ളതാ. പെങ്ങളെ വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരണോ? നിങ്ങൾ ഓൾറെഡി UK സെറ്റിൽഡ് ഒക്കെ അല്ലേ, നിങ്ങൾക്ക് നിങ്ങളുടെ പെങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകുക, അല്ലെങ്കിൽ ഇവിടെ തന്നെ മറ്റൊരു ജോലിയൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് അവരുടെ ജീവിതം രക്ഷിക്കേണ്ടായിരുന്നില്ലേ? ഇപ്പൊ നിങ്ങൾ വന്ന് കരയുമ്പോൾ ഒരു കാര്യമില്ലാത്ത കാര്യത്തിനാ. പോലീസുകാരൻ പോലും പറഞ്ഞു കേട്ടില്ലേ എനിക്ക് രക്ഷിക്കാമായിരുന്നു എന്ന്. അവർക്ക് നീതി വാങ്ങി കൊടുക്കാനെങ്കിലും നിങ്ങളെ കൊണ്ട് കഴിയില്ലേ? അത് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് പറയാനാ? പുള്ളിക്കാരുടെ നിറത്തിന്റെ പേരിലൊക്കെ അപമാനിച്ചെന്ന് പറയപ്പെടുന്നു. അങ്ങനെ അതുണ്ട് അത് ആദ്യമേ തൊട്ടേ ഉണ്ടായിരുന്നു. ശരി. ആദ്യമേ തൊട്ടേ ഉണ്ടായിരുന്നു. ഈ ജിസ്മോൾ എങ്ങനെയായിരുന്നു ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും പിടിച്ചു നിൽക്കാൻ വേണ്ടി അവസാനം വരെ ശ്രമിക്കും. അവള് നല്ല കഴിവുള്ള കുട്ടി, നല്ല കഴിവും തൻ്റെ ഉള്ള ഒരു മിടുക്കി പെണ്ണായിരുന്നു. എനിക്ക് പോലും തോന്നിയിട്ടുണ്ട് ഒരു പെൺകുട്ടികൾക്ക് അത്രയും കഴിവുള്ള. കാരണം അവളിപ്പം സെക്രട്ടേറിയറ്റിലൊക്കെ വരുവാണെങ്കിൽ തന്നെ IAS ആയാലും പോയി സംസാരിക്കും. അവൾക്ക് അങ്ങനെ ഒരു പേടിയും ഭയവും ഇല്ല. ചേച്ചി ഇവരെല്ലാം മനുഷ്യര് തന്നെയല്ലേ, നമ്മളെന്തിനാ പേടിക്കുന്നേ എന്ന് പറഞ്ഞിട്ട് അത്രയും തൻ്റെ ഉള്ള ഒരു കുട്ടിയാണ്. അങ്ങനെയൊന്നും. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര സന്തോഷമായിട്ട് ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ കോളേജ് ടൈം ആയാലും ഈ കല്യാണം വരെയും ഞങ്ങൾ അത്രയും സന്തോഷമായിട്ടായിരുന്നു. ഇവിടെ വരുമ്പോഴായാലും എന്റെ ഹസ്ബൻഡും ഒക്കെ നല്ല സ്നേഹമാണ്. ഞങ്ങൾക്കൊരു അനിയത്തിയാണ്, എനിക്ക് വേറെ സിസ്റ്റേഴ്സ് ഒന്നുമില്ല. ഇവളാണ് എന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നതും എല്ലാം. അങ്ങനെ അപ്പം നമ്മളെന്താ പറയാ ഒരു വീട്ടിലെ പോലെയാണ്. അവളുടെ വീട്ടുകാരും അതെ. അങ്ങനെ നിങ്ങൾ കേട്ടില്ലേ, കല്യാണം കഴിയുന്നത് വരെ നല്ല സ്നേഹത്തോട് കൂടിയിട്ട് നല്ല സന്തോഷത്തോടു കൂടി ചിരിച്ച് സംസാരിച്ചത് പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് അവിടെ ചെന്ന ആ നിമിഷം മുതൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും. ഒന്നാമത്തെ കുട്ടി ജനിക്കുന്ന സമയം മുതലേ പ്രോബ്ലംസ് ഉണ്ട്. അത് കഴിഞ്ഞ് അടുത്ത കുട്ടിക്ക് ജന്മം നൽകുമ്പോഴും പ്രശ്നങ്ങളുണ്ട്. ഇതാണ് ചില നാറികളുടെ പ്രത്യേകത. അതായത് ഇവർക്ക് താല്പര്യമില്ലെങ്കിൽ അവരെ ഒഴിവാക്കി പോകാന്നുള്ളതാണ്. അവരിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കിയിട്ട് അവരെ അവിടെ ട്രാപ്പ് ചെയ്ത് നിർത്തും, എന്നിട്ട് നിരന്തരം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. ഇപ്പൊ നാം കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായി പറഞ്ഞു, ഇവരുടെ വീട്ടിൽ നിന്നും കുട്ടി കരയുന്ന ശബ്ദം കേട്ടതും ഈ വേലക്കാരിയായിട്ടുള്ള മോളി പറഞ്ഞ കുറേ ചേരായ്മകളുണ്ട് കുറേ സംസാരത്തിൽ. ഇതൊക്കെ കൃത്യമായി അന്വേഷിക്കുകയാണെങ്കിൽ തന്നെ കാര്യങ്ങൾ പുറത്തേക്ക് വരും, ഉറപ്പായിട്ടും കാര്യങ്ങൾ പുറത്തേക്ക് വരും. പക്ഷെ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ തള്ളി തള്ളി പതുക്കെ പതുക്കെ പോകുന്നത്? ഇതിനൊക്കെ ശരിക്കും ഊർജ്ജത്തോടു കൂടി തള്ളേണ്ട കാര്യങ്ങളാണ്. ഇത് പോലീസുകാർ കൃത്യമായി അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ്. എവിടെ CCTV ക്യാമറ ഫൂട്ടേജുകൾ ആ വീടിന് ചുറ്റിലുമുണ്ട്? അതുകൂടാതെ വഴികളിലൊക്കെ ഇല്ലേ വിഷം കുടിച്ച ഒരു സ്ത്രീ, അത് ഞരമ്പും മുറിച്ച ഒരു സ്ത്രീ, ആ 2 പറക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങളും മറ്റൊരു സ്കൂട്ടിയിൽ യാത്ര ചെയ്യാന്നുണ്ടെങ്കിൽ അത് നടക്കുന്ന കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ ജിമ്മി എന്ന് പറയുന്ന വ്യക്തി എന്തെങ്കിലും ചെയ്തതാവാനുള്ള സാധ്യത 100% ഊട്ടി ഉറപ്പിക്കുന്ന കാര്യങ്ങളാണ്. അത്രയും ആളുകൾ പോലും അതിനെ തന്നെയാണ് കൂടുതൽ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അങ്ങനെ ആവാനുള്ള സാധ്യത 100% ഉണ്ട്. പറയില്ല. അവള് കൂടുതൽ എന്തെങ്കിലും അങ്ങേ അറ്റം സഹിക്കാൻ വയ്യാതാകുമ്പോഴാ എന്നെ ഒന്ന് വിളിച്ചിട്ട് ഈ മിണ്ടാതിരിക്കും. ഞാൻ മിണ്ടാതിരിക്കുമ്പോ അറിയാം നമുക്ക് വയ്യ, എന്തോ കുഴപ്പമുണ്ട്, പറ്റാത്തതാണെന്ന്. പക്ഷെ നമ്മൾ കുത്തി 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 ചോദിച്ചങ്ങേ അറ്റം ചോദിച്ചെങ്കിലേ ഒരു വാക്ക് മിണ്ടു. എല്ലാം ഞാൻ മാനേജ് ചെയ്തോളാം ചേച്ചി, എല്ലാം ഞാൻ മാനേജ് ചെയ്തോളാം, കുടുംബ പ്രശ്നങ്ങളല്ലേ, അതൊക്കെ ശരിയാകും എന്നൊക്കെ പറയും. ഇത് താങ്ങാൻ വയ്യാത്തണക്ക് എന്തോ സംഭവിച്ചു. ആത്മഹത്യ തന്നെയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അങ്ങനെ ഒന്നും ചാടി ചാവുന്ന കുട്ടിയൊന്നും അല്ല അത്. അത് അല്ലെങ്കിൽ ആരെങ്കിലും. എന്നിട്ട് April 4th ഇവള് താമസിച്ചിരുന്ന റൂമിൽ ഒരു കുട്ടിയെ വിളിച്ചിരുന്നു. അവളെടുത്ത് പറഞ്ഞു ചേച്ചി ഇവിടെ ഇല്ലാന്നെന്തോ പറഞ്ഞു എന്ന് പറഞ്ഞു, സങ്കടമായിട്ട് പറഞ്ഞെന്ന്. പക്ഷെ അന്നും വേറെ ഒന്നും ആരെടുത്തും പറഞ്ഞിട്ടില്ല. ഓക്കെ, അത് നമുക്ക് അറിയാത്തൊരു കാര്യം കേട്ടോ. April 14 ഒരു പെൺകുട്ടിയെ ജിസ്മോൾ വിളിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. April 16 കാണാതാവുന്നതും April 16 തന്നെയാണ് അവരുടെ ബോഡിയൊക്കെ ആ ഒരു ആറ്റിൽ നിന്നും പൊന്തി വരുന്നത്. ദുരൂഹത നിറഞ്ഞ കാര്യങ്ങൾ തന്നെയാണത്. ഇന്ന് മരണപ്പെട്ട ഒരാളുടെ ബോഡി എന്തായാലും നേരത്തോട് നേരെ ആവുമ്പോഴത്തേനൊക്കെ പൊന്താറുള്ളൂ. അപ്പൊ തന്നെ പൊന്തണമെങ്കിൽ ഓൾറെഡി അവർ ഡെഡ് ആയിരിക്കണം, അല്ലെങ്കിൽ അവരുടെ ബോധം മറഞ്ഞു നിൽക്കുന്ന സമയത്ത്, പകുതി ബോധമുള്ള സമയത്ത് കൊണ്ടുപോയിട്ട് ഇട്ടാതാവാനും സാധ്യതയുണ്ട്. ലെൻസിൽ വെള്ളം ഉണ്ട്, ലെൻസിൽ വെള്ളം അത്രമാത്രം ഉള്ളതായിട്ടൊന്നും പറയുന്നില്ല, ലെൻസിൽ വെള്ളത്തിന്റെ അംശം ഉണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ജിമ്മി എന്ന് പറയുന്ന ഈ ഒരാളെ ഇപ്പോഴും സംരക്ഷിച്ചു പോകുന്നതെന്ന് അവർക്ക് അറിയില്ല കേട്ടോ. കാരണം ജിസ്മോളെയും ഈ ഒരു കുഞ്ഞുങ്ങളെയും പൊതുദർശനത്തിന് വെച്ച സമയത്തും പോലീസുകാർ അവിടെ ജിമ്മി എന്ന് പറയുന്ന നാറിക്ക് സംരക്ഷണം ഒരുക്കിക്കൊണ്ടാണ് അവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ആ വാർത്തയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് മനസ്സിലാവും. ഈ November 24th ഞങ്ങൾ തമ്മിൽ കാണുമ്പോ അവള് എന്താ പറയാ ഇവിടെ വന്നപ്പോ തന്നെ ആകെ വല്ലാത്തൊരവസ്ഥയിലാ വന്നത്. ഒരു വയ്യാഴിക പോലെയൊക്കെയാണ്, വയ്യാത്തല്ല, മാനസികമായിട്ട് എന്തോ ഒരു പ്രശ്നം പോലെ. വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് സെക്രട്ടേറിയറ്റിൽ പോയി. ഇവിടെ നേരെ എന്റെ വീട്ടിലേക്കാണ് വന്നത്. വന്ന് കുളിച്ച് വേഷമൊക്കെ മാറി ഞങ്ങൾ നേരെ സെക്രട്ടേറിയറ്റിൽ പോയി. എന്റെ ഹസ്ബൻഡിന്റെ വണ്ടിയിലാ പോയത്, ഒഫീഷ്യൽ വണ്ടിയിലാ പോയത്. അവിടെ ചെന്ന് നമ്മൾ അവിടെ അകത്തെല്ലാം കയറി എല്ലാ കാര്യങ്ങളും ചെയ്ത് അത് കഴിഞ്ഞ് പുറത്തിറങ്ങി വന്ന് ഞങ്ങൾ ഒരുമിച്ച് 3 പേരുടെ ഭക്ഷണവും കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ ഹസ്ബൻഡ് വിളിക്കുന്നത്. ഹസ്ബൻഡ് വിളിച്ചിട്ട് കുട്ടിക്ക് തീരെ സുഖമില്ല, നീ എവിടെ പോയി കിടക്കുക, ഇതെല്ലാം അവളുടെ തെറ്റാണെന്ന രീതിയിൽ അയാൾ കുറെ കിടന്ന് ബഹളം വെച്ച്, ഈ കൊച്ചിന് വയ്യാത്തത് ഇവള്. അപ്പൊ അവൾ ആകെ നെർവസ് ആയി. അവൾ എന്നിട്ട് പറഞ്ഞ് മരുന്നടിക്കുന്ന പോലും അയക്കറിയില്ല, എവിടെയാ മരുന്ന് വെച്ചേക്കുന്ന പോലും അയക്കറിയില്ല കുട്ടികളുടെ.
അപ്പൊ അതിനൊക്കെ കിടന്ന് ഭയങ്കര ബഹളം. അപ്പൊ ഞങ്ങളുടെ മുമ്പിൽ വെച്ച് അവൾ ആകെ ഇൻസൾട്ടഡ് ആയി. എന്നിട്ട് 6 മണിക്ക് പോകാൻ വെച്ചിരുന്ന വണ്ടി പോകാൻ വരുന്നതാ. പക്ഷെ 3 മണിയായപ്പോഴത്തേക്ക് പുള്ളിക്കാരി കൊച്ചിന് വയ്യാത്തോണ്ട് ഇറങ്ങി. ഞങ്ങൾ അവളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടു. അപ്പൊ അവിടെ വെച്ച് അവളിങ്ങനെ പറഞ്ഞു, എനിക്ക് ഒരുപാട് കാര്യം ചേച്ചിയോട് പറയാനുണ്ട്, സഹിക്കാൻ വയ്യാത്ത പല വിഷയങ്ങളും ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ കയറി കെട്ടിപ്പിടിച്ച് കുറെ നേരം കരഞ്ഞു. ഞാനും കരഞ്ഞു. ഞാനും തിരിച്ചു പോകുന്ന തിരക്കിലായിരുന്നു, എനിക്ക് തിരിച്ചു പോകണമായിരുന്നു. അപ്പൊ ഞാൻ പോയിട്ട് വിളിക്കാം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അങ്ങ് തിരിച്ചു പോയിട്ട് ഞാൻ അവിടുന്ന് ഫോൺ ചെയ്തിരുന്നു. ഞാൻ എവിടെ പോയാലും വിളിക്കാറുണ്ട്. വിളിച്ചപ്പോ അവളാകെ അന്നേരം ഒന്നും പറയുന്നില്ല. പിന്നീട് എന്തെങ്കിലുമൊക്കെ പറയാമെന്നുള്ള രീതിയിൽ കല്യാണത്തിനെ കൂടെ ആണല്ലോ, അവളുടെ ബ്രദറിന്റെ കല്യാണമായിരുന്നു. അപ്പൊ പിന്നീടൊക്കെ പറയാം, ഇപ്പൊ കുഴപ്പമില്ല ചേച്ചി എന്ന് മാത്രം പറഞ്ഞു. അപ്പൊ എന്തൊക്കെയോ വീണ്ടും ഒരുപാട് കാര്യങ്ങൾ നിളയോട് പറയാൻ ബാക്കി വെച്ചിട്ടാണ് ജിസ്മോൾ പോയിട്ടുള്ളത്. ഒരു പക്ഷേ ജിമ്മി എന്ന് പറയുന്ന ആ നാറി അവരെ ഉപദ്രവിച്ച കാര്യങ്ങളാകാം, അവരെ ജീവിക്കാൻ സമ്മതിക്കാതെ ഹണ്ട് ചെയ്യുന്നതിനെ കുറിച്ചാകാം, ഒരു പക്ഷേ അമ്മായിമ്മ തന്നെ നിരന്തരമായിട്ട് ദ്രോഹിച്ച കാര്യങ്ങളാകാം. എന്തൊക്കെയായാലും ഈ നാറികൾ തന്നെയാണ് ജിസ്മോളെയും ആ 2 കുഞ്ഞുങ്ങളെയും കൊന്നത് എന്ന കാര്യത്തിന് യാതൊരു തർക്കവും വേണ്ട. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള നാറികളെ വളർത്താതെ എത്രയും പെട്ടെന്ന് ജയിലിലേക്ക് ഇടാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക. ഇനി നമ്മൾ എത്ര കരഞ്ഞു പിടിച്ച് എന്തൊക്കെ തെളിവ് കൊണ്ടു കൊടുത്താലും ഈ നാറികളൊക്കെ അവിടെ പോയിട്ട് പൈസ കൊടുത്ത് ജാമ്യത്തിൽ ഇറങ്ങി നാട്ടിൽ തെണ്ടി തിരിഞ്ഞ് നടക്കും. ഈ നാറി ഇനിയൊരു വിവാഹം കഴിക്കും, ഉറപ്പാണ്. ഇവനൊക്കെ ഇനിയും പെണ്ണ് കെട്ടിച്ച് കൊടുക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെയൊക്കെ നമ്മൾ എന്ത് പറയാനല്ലേ? അവർക്കൊക്കെ നമുക്ക് നടുവിരൽ നമസ്കാരം തന്നെയല്ലേ കൊടുക്കേണ്ടത്? തീർച്ചയായിട്ടും. എന്തായാലും അമ്മായിമ്മ എന്ന് പറയുന്ന ആ ഒരു നികൃഷ്ട ജീവിക്ക് ദൈവം കൃത്യമായിട്ട് കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ ക്യാൻസർ എന്ന മഹാരോഗം കൊടുത്തിട്ടുണ്ട്. ആർക്കും അസുഖങ്ങൾ വരരുതെന്നും ആരും അങ്ങനെ മരണത്തിൽ പെടല്ലേ എന്നൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുക. പക്ഷെ ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ നമ്മൾ പറയും അറിയാണ്ട്, അതായത് ഇങ്ങനെയുള്ള നാറികൾക്ക് മാറാരോഗങ്ങൾ വരട്ടെ എന്നുള്ളത്. അത്ര മാത്രമേ പറയാനുള്ളൂ. പരമാവധി ഷെയർ ചെയ്യുക. ഇനിയും ഡീറ്റെയിൽസും കാര്യങ്ങളും കിട്ടുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. കൂടാം. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് റപ്പാൾ സൈനിങ് ഓഫ്.